ഹായ് ഫ്രണ്ട്സ്, കുറച്ച് നാളായി എൻ്റെ ചാനലിൽ ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കിലായി പോയി. അപ്പോൾ ഞാൻ നിങ്ങളോടൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ ഈ കൊച്ചു വീട്ടിലുള്ള കുറച്ച് അരുമപ്പെറ്റകളെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് വളർത്താൻ പറ്റുന്നതും ഭയങ്കര ടൈംഡായിട്ട് നമ്മളായിട്ട് അറ്റാച്ച്മെൻ്റ് ആവുന്ന കുറച്ച് പെറ്റകളാണ്. ക്യൂട്ടായിട്ടുള്ളതും നമുക്ക് വളരെ ചിലവ് ചുരുക്കി വളർത്താൻ പറ്റുന്ന പെറ്റകളെ പറ്റണം. അതിൽ ഫസ്റ്റ് വരുന്നത് മൈക്രോസ്ക്യൂരിലാണ്. ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ഇതിലാണ് എൻ്റെ മൈക്രോസ്ക്യൂരിലുള്ളത്. ആൾ ഫുൾ ഉറക്കമാണ് ഇപ്പോൾ. കാരണം പകൽ സമയത്ത് ഫുൾ ടൈം അവർ ഉറക്കമാണ്. രാത്രിയാണ് അവർ ആക്റ്റീവ് ആവുക കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ആളെ കാണിച്ചു തരാം. ഇതെല്ലാം ആളെ കേജ് ആയിരുന്നേ. ആളുടെ കേജ് ഒരു ഇരുമ്പിൻ്റെ മെറ്റൽ ടൈപ്പ് ആയിരുന്നു. ഭയങ്കര ചെറിയ കേജ് ആയിരുന്നു. അപ്പോൾ ഞാൻ ആൾക്കൊരു ആളിപ്പോൾ എൻ്റെ ഉള്ളത് ഒരു ഫീമെയിലാണ്. ഇപ്പോൾ ഒരു 3 മാസമായി എൻ്റെ കയ്യിലാണ്. അപ്പോൾ ആൾക്ക് ഞാനൊരു മെയിലിനെ കൊണ്ടുവന്നിരുന്നു. പക്ഷേ എന്തോ എൻ്റെ മിസ്റ്റേക്കാണോ എന്നറിയില്ല, ഞാൻ കുറച്ചും കൂടി വലിയൊരു കൂട്ടിലേക്ക് അവരെ രണ്ടുപേരെ ഇട്ടതാണ്. പക്ഷേ രണ്ടുപേരിൽ പുതിയ വന്ന ആൾ ചാടിപ്പോയി. 2 ദിവസം ഞാൻ നോക്കി, പക്ഷെ കിട്ടിയില്ല. അങ്ങനെയാണ് ഞാൻ ഈ ഒരു കേജിലേക്ക് ആളെ മാറ്റിയത്. ഇപ്പം ഇതിനൊരു മെയിലിനെ നോക്കണം. ആരുടെയും കയ്യിൽ നല്ലൊരു മെയിൽ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ ലാസ്റ്റിൻ്റെ നമ്പർ ഞാൻ കൊടുക്കാം. ഇതാണ് ആൾ. ഇപ്പോൾ രാത്രി നല്ല ഉറക്കമാണ്. ആൾ കുറച്ച് പേടിയാണ്. കാരണം ഞാൻ അധികം കയ്യിലൊന്നും എടുക്കാറില്ല. കുറച്ച് ഫ്രീ ആക്കി ഇട്ടിരിക്കുകയാണ്. കാരണം ഇവർ കടിക്കും. ചെറിയൊരു പെയിൻ ഉണ്ടാവുള്ളൂ. അവർക്ക് നമ്മൾ സ്മെല്ലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അവർ നമ്മളെ മേത്തൊക്കെ കൂടി കളിക്കും. അല്ലാത്ത പക്ഷെ അവർക്ക് പേടിച്ച് കഴിഞ്ഞാൽ അവർ നമ്മളെ ചെറിയ രീതിയിലൊക്കെ കടിക്കും. നാളെ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. ഭയങ്കര ഓടി നടക്കുന്ന ഒരാളാണ്. സാധാരണ ഇതിനെ നമ്മൾ അക്വേറിയങ്ങളിലൊക്കെയാണ് ഇടുക. പക്ഷെ നമുക്ക് ഇവിടെ അത്ര സേഫ് അല്ല. പൂച്ചുണ്ട്. അപ്പോൾ നമുക്കത്ര സേഫ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അടച്ചു വെച്ചിട്ടുള്ളൊരു കേജിലേക്ക് ഇട്ടുള്ളത്. ഇതാണ് എൻ്റെ സ്വീറ്റി. ഹായ് സ്വീറ്റി. ആളൊരു അഡൾട്ടാണ്. പക്ഷെ അതിൻ്റെ മെയിലിന് എനിക്ക് കിട്ടണില്ല. ഇതിന് സെറ്റാകാൻ പറ്റുന്നൊരു മെയിലിനെ കിട്ടണില്ല. അപ്പോൾ ആരുടെയും കയ്യിലൊരു മെയിൽ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. ഞാൻ ഫസ്റ്റ് മെയിലിനെടുത്തത് എറണാകുളത്തുള്ളൊരു മേടെഴുത്ത് പെറ്റ് ഫാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നാണ് പുള്ളി എനിക്ക് സെറ്റ് ചെയ്ത് തന്നത്. പുള്ളി കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് എടുത്തത്. പക്ഷെ പുള്ളിനോട് ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ മെയിൽ ചാടിപ്പോയത്. കാരണം ആൾക്ക് ചിലപ്പോൾ അത് വിഷമം. ആൾ പാലക്കാട് നിന്ന് അങ്ങോട്ടാണ് എനിക്ക് അതിനെ സെറ്റ് ചെയ്ത് തന്നെ. എൻ്റെ മിസ്റ്റേക്ക് ആവാം, ആൾ ചാടിപ്പോയി. ഇവർ ലോകത്തിലെ ഏറ്റവും ചെറിയ അണ്ണാനെന്നാണ് അറിയപ്പെടുന്ന ആഫ്രിക്കക്കാരാണ്. നമ്മളിപ്പോൾ കേരളത്തിലോ ഇന്ത്യയിലൊക്കെ വളരെ കുറവാന്ന് തോന്നുന്നു. കുറേ പേരൊന്നും ഇതിനെപ്പറ്റി അറിഞ്ഞു തുടങ്ങിയിട്ടില്ല. ചിലവ് വളരെ കുറവാണ് നമുക്ക്. നോർമലി ഇപ്പോൾ ഞാൻ കൊടുക്കുന്ന സെർലാക്കാണ്. സെർലാക്ക് കലക്കി കൊടുക്കും. അതേപോലെ തന്നെ കുക്കമ്പർ, ക്യാരറ്റ്, ബീട്രൂട്ട്, ആപ്പിള്, മധുരമുള്ള എന്തും കൊടുക്കാം. പുളിയുള്ളൊന്നും ഒട്ടും കൊടുക്കരുത് നോർമലി. അപ്പോൾ ആളിപ്പോൾ നല്ല ആക്റ്റീവാണ്. ആൾക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഉറക്കത്തിൻ്റെ ഒരു സമയത്ത് ഡിസ്റ്റർബ് ചെയ്തതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇതാണ് എൻ്റെ സ്വീറ്റി. നിങ്ങൾക്കും വളർത്താട്ടോ. കാരണം നല്ലൊരു പെറ്റാണ്. കഷ്ടിച്ചു, അപ്പിട്ടു, നാറ്റിച്ചു. ഞാൻ സ്വീറ്റി, ഇതായിരുന്നു സ്വീറ്റിയുടെ ഫസ്റ്റത്തെ കൂട്. ഞാൻ മേടിക്കുമ്പോൾ ഇതിലാണ് ഇട്ടിരുന്നത്. പക്ഷെ ഇത് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയോണ്ടാണ് ഞാൻ മെയിലിനെ കിട്ടിയപ്പോൾ ഇതിൽ ഞാൻ കവറൊക്കെ ചെയ്ത് ഇട്ടു. പക്ഷെ എങ്ങനെയാണ് ഇതിൻ്റെ മെയിൽ ചാടിപ്പോയെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അപ്പോൾ ഇതിൽ നിന്ന് ചാടിപ്പോയതുകൊണ്ട് ഇനി ഇവളും കൂടി പോകണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയൊരു ബോക്സ് കണ്ടെയ്നറിലേക്ക് മാറ്റിയത്. ഇനിയിപ്പോൾ ഞാൻ വേറൊരു കൂട് അടിക്കുന്നുണ്ട്. നല്ലൊരു കൂട്. സാധാരണ ഇതിന് അക്വേറിയത്തിലാണ് കൂടുതൽ ആൾക്കാർ വളർത്തുന്നത്. പക്ഷെ എനിക്കെന്തോ അക്വേറിയം എൻ്റെ വീട്ടിൽ അത്ര സേഫായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം പൂച്ച കയറിക്കഴിഞ്ഞാൽ പ്രശ്നവും. നമ്മൾ ഒരിക്കലും കൊല്ലാനായിട്ട് വിട്ടു കൊടുക്കരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ റൂമിലാണ് വെച്ചിരിക്കുന്നത്. നൈറ്റ് കാണാൻ നല്ല രസമാട്ടോ. കാരണം ഒരു നൈറ്റ് ഭയങ്കര ആക്റ്റീവാണ്. ഓടിക്കളിക്കലും ചാടലൊക്കെ കാണുമ്പോൾ ഞാൻ എൻ്റെ കയ്യിലൊക്കെ എടുത്ത് വയ്ക്കുമ്പോൾ ആൾ കുറച്ച് ആക്റ്റീവാണ്. ഇതിപ്പോൾ ഉറങ്ങുന്ന സമയമായ കാരണം. അപ്പോൾ ആരെങ്കിലും നല്ലൊരു മെയിൽ ഉണ്ടെങ്കിൽ പറയാം, നമുക്ക് സ്വീറ്റിയുടെ കല്യാണം നടത്തി കൊടുക്കാം. ഓക്കെ. അപ്പം നാളെ ഞാൻ എൻ്റെ വേറെ പെറ്റിനായിട്ട് ഞാൻ വരാം. ബായ്. ജാലകാരി മായ ജാലകാരി